പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സഹോദരങ്ങളെ, ഒത്തിരി നാൾ കൂടിയാണ് ഞാനിപ്പോൾ ഒരു വീഡിയോ ചെയ്യുന്നത്. അത് പക്ഷേ വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്ന കാര്യങ്ങൾ തന്നെയാണ്. MDM വേർഡ് ഓഫ് ഗോഡിൽ കൂടിയും എൻ്റെ ചാനൽ അത് ഏതാണ്ട് 90 വീഡിയോകൾക്കായി അത് നിന്നുപോയി. പിന്നെ എന്തോ ഒരു ടെക്നിക്കൽ പ്രോബ്ലം ഉണ്ടായി. പിന്നെ ഞാനത് MO സാൽവേഷൻ ക്രിയേഷൻസ് എന്ന് പറഞ്ഞ് ഇപ്പോൾ ഈ കാണുന്ന ചാനലാണ് ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത്. അതിൽ ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. കാരണം അതിൻ്റെ ടൈം വളരെയധികം അടുത്ത് കൊണ്ടിരിക്കുന്നത് കൊണ്ടാണ്. അതിനെപ്പറ്റി അറിവുള്ളവർ, ഉദാഹരണത്തിന് ഫാദർ ജോൺ മാത്യു, അച്ഛൻ്റെ ചാനൽ നിങ്ങൾക്കറിയാമല്ലോ. ഫാദർ ജോൺ മാത്യു എന്ന് യൂട്യൂബിൽ സെർച്ച് ചെയ്യാൻ കാണാൻ പറ്റും. അച്ഛൻ അതിനെക്കുറിച്ചൊക്കെ ഒത്തിരി കാര്യങ്ങൾ പ്രവചിച്ച് പറയുന്നുണ്ട്. അച്ഛൻ അറിയാവുന്ന കാര്യങ്ങളാണ്. അങ്ങനെ അറിയാവുന്നവർ പലരും ഉണ്ട് ഇതിനെക്കുറിച്ച്. അപ്പോൾ നിങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കുക. ഇത് വളരെയധികം സമീപിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് ഇത് പറ്റി പ്രത്യേകിച്ച് ഞാനിത് ഒന്നുകൂടെ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു. ഈ വീഡിയോ എല്ലാവരും ഒന്നുകൂടെ കാണണം. ഈ വീഡിയോ കേൾക്കണം. ഞാനിപ്പോൾ നിങ്ങളോട് പങ്കുവെക്കാൻ പോകുന്നത് ഒരു വളരെ പ്രധാനപ്പെട്ട ദൈവവചനമാണ്. ആമോസിൻ്റെ പുസ്തകത്തിൽ 3-ാം അധ്യായം 7-ാം തിരുവചനം. എല്ലാവർക്കും അറിയാവുന്ന ഒരു വചനമാണ്. ഞാൻ എൻ്റെ പഴയ വീഡിയോകളിലും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണിത്. അതിപ്രകാരമാണ്: ദൈവമായ കർത്താവ് തൻ്റെ ദാസരായ പ്രവാചകന്മാർക്ക് തൻ്റെ രഹസ്യങ്ങൾ വെളിപ്പെടുത്താതെ ഒന്നും ചെയ്യുന്നില്ല. എന്നോടും ഞാനത് ആവർത്തിക്കാം കേട്ടോ. ദൈവമായ കർത്താവ് തൻ്റെ ദാസരായ പ്രവാചകന്മാർക്ക് തൻ്റെ രഹസ്യങ്ങൾ വെളിപ്പെടുത്താതെ ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ ഈ രഹസ്യങ്ങൾ വെളിപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. 1960-കളിൽ 61 മുതലാണ് എൻ്റെ വിശ്വാസം, എൻ്റെ ഓർമ്മ, 61 മുതൽ 65 വരെ പരിശുദ്ധ കന്യകാമറിയം സ്പെയിനിലുള്ള ഗരബന്താൾ എന്ന് പറഞ്ഞ ഒരു ഗ്രാമമാണ്. ആ സ്ഥലത്ത് 4 പെൺകുട്ടികൾക്ക് പ്രത്യക്ഷപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് ഈ വർഷങ്ങൾ കൊണ്ടാണ്, ഇത്രയും വർഷങ്ങൾ കൊണ്ടാണ് അതെല്ലാം പറഞ്ഞ അമ്മ അത് വെളിപ്പെടുത്തിയത്. അത് കൊഞ്ചിത്ത ഗോൺസാലസ്, മേരി ലോളി, മേരി ക്രൂസ്, ജസീന്ത, ഇങ്ങനെ 4 പേർക്കായിരുന്നു മാതാവ് പ്രത്യക്ഷപ്പെട്ട് ഈ കാര്യങ്ങൾ വെളിപ്പെടുത്തിയത്. അതിൽ കൊഞ്ചിത്ത ഗോൺസാലസാണ് അതിനകത്ത് ലീഡറായിട്ടുള്ള. മിക്കവാറും എല്ലാ രഹസ്യങ്ങളും അറിയാവുന്ന ആളും ഡേറ്റ് അറിയാവുന്ന ആളും കൊഞ്ചിത്ത ഗോൺസാലസാണ്. അവർക്കിപ്പോൾ ഏതാണ്ട് 77 വയസ്സോളം ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. 60-61കളിലൊക്കെ അവർക്ക് 12 വയസ്സൊക്കെ പ്രായമുണ്ട്. അപ്പോൾ അതിൻ്റെ കണക്ക് കൂട്ടിയാൽ നമുക്കറിയാൻ പറ്റും. പിന്നെ ഈ പെൺകുട്ടികളിൽ ഏതാണ്ട് ഒരേ പ്രായക്കാരാണ്. 1-2 വയസ്സിൻ്റെയൊക്കെ വ്യത്യാസങ്ങളുള്ളവരുണ്ട്. അപ്പോൾ ഇവർക്ക് മാതാവ് പ്രത്യക്ഷപ്പെട്ടത് ഒരു ഗർഭന്താളിൽ തന്നെയുള്ള ഒരു പൈൻ മരങ്ങളൊക്കെ നിൽക്കുന്ന ഒരു വലിയ മൈതാനമുണ്ട്. അവിടെ ഒരു 8 പൈൻ മരമേ ഉള്ളൂ. അത് പറയാൻ കാരണം എന്നാണെന്നറിയാമോ? ഞാനും എൻ്റെ ജീവിത പങ്കാളിയും എൻ്റെ ഒരു മകനും അവിടെ പോയിരുന്നു, സ്പെയിനിൽ പോയിരുന്നു. ഗർഭന്താളിൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് താമസിച്ചിട്ടുണ്ട്. അവിടെ ഒരു ഹോട്ടൽ മുറി എടുത്ത് അവിടെ താമസിച്ച് ഈ കാര്യങ്ങളെല്ലാം പോയി നേരിട്ട് കണ്ടായിരുന്നു. അപ്പോൾ ഈ കൊഞ്ചിത്ത ഗോൺസാലസ് എന്ന് പറഞ്ഞ അന്നത്തെ ഒരു കുട്ടിയായിരുന്നല്ലോ, ആ കുട്ടിയുടെ വീടും ഞങ്ങൾ പോയി കണ്ടു. പാവപ്പെട്ട വീട്ടുകാരാണ്, സാധാരണക്കാരാണ് കേട്ടോ. ആ വീട് അടച്ചു പൂട്ടിയിട്ടിരിക്കുകയാണ്. ഞങ്ങൾ പോകുന്നത് 2015-ലാണ്. ഞങ്ങൾ പോകുന്ന സമയത്തൊക്കെ ഈ കൊഞ്ചിത്ത ഗോൺസാലസ് ന്യൂയോർക്കിലുണ്ട്. അവർ വിവാഹം ചെയ്തു, മക്കളൊക്കെ ഉണ്ട്, ന്യൂയോർക്കിൽ താമസിക്കുന്നു. പിന്നെ ഞാൻ പറഞ്ഞല്ലോ 3 പേരുടെ ഉണ്ട്. അവർ പല സ്ഥലങ്ങളിലായിട്ടുണ്ട്, ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. അപ്പം ഞാൻ പറയാൻ വന്നത് ഇതാണ്. മാതാവ് പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞ കാര്യം വളരെ 2 കാര്യങ്ങളാണ് പ്രധാനമായിട്ട് പറഞ്ഞത്. അതായത് ലോകവ്യാപകമായ ഒരു മുന്നറിയിപ്പ് ലോകത്തിൽ വരാൻ പോകുന്നു. 2, ആ മുന്നറിയിപ്പ് നടന്നതിന് ശേഷം വിത്തിൻ 1 ഇയർ, അത് മേ ബി വിത്തിൻ 1 മന്ത് ആയിരിക്കാം, 2 മന്ത്സ് ആയിരിക്കാം, അങ്ങനെ വേണമെങ്കിലാകാം, ഒരു ഗ്രേറ്റ് മിറാക്കിൾ സംഭവിക്കും. ഈ 2 കാര്യങ്ങൾ മാതാവ് പ്രത്യേകമായിട്ട് പറഞ്ഞു. ഈ ലോകവ്യാപകമായ മുന്നറിയിപ്പ് എന്ന് പറയുന്നത് എല്ലാ എല്ലാവരെയും ഉദ്ദേശിച്ചാണത്. ഈ ലോകവ്യാപകമായ മുന്നറിയിപ്പ് ദൈവമായ കർത്താവ് പ്രവർത്തിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ആമോസിൻ്റെ പുസ്തകം 3-ാം അധ്യായം 7-ാം തിരുവചനം. അങ്ങനെ പരിശുദ്ധ കന്യാമറിയമാണ് അവസാനത്തെ പ്രവാചക.
ധാരാളം പ്രവാചകന്മാർ നമുക്കുണ്ടായിരുന്നു. പക്ഷേ മാതാവ് തന്നെ പല സ്ഥലങ്ങളിലും പ്രത്യക്ഷപ്പെടും, നമുക്കറിയാമല്ലോ. ഈ കാലഘട്ടങ്ങളിലും പ്രത്യക്ഷപ്പെടുന്നുണ്ട്. ഇപ്പോഴും പേഴ്സണലായിട്ടുള്ള ചില പ്രത്യക്ഷങ്ങൾ നടക്കുന്നുണ്ട്, മെക്സിക്കോയിലൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മളിപ്പോൾ അതൊന്നും നോക്കണ്ട, ഞാൻ ഈ കാര്യം പറയാം. എന്താണ് മാതാവ് അവിടെ വെളിപ്പെടുത്തിയ കാര്യം? ലോകവ്യാപകമായ മുന്നറിയിപ്പ് എന്ന് പറയുന്നത് കർത്താവിൻ്റെ സുവിശേഷം എല്ലായിടത്തും എത്തിയിട്ട് ലോകം അവസാനിക്കുകയുള്ളൂ എന്ന് തിരുവചനങ്ങൾ കൊണ്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇതിപ്പോൾ എല്ലാ നൂക്ക് ആൻഡ് കോർണറിലും ഇപ്പോഴും എത്തിയിട്ടില്ല തിരുവചനങ്ങൾ. നിങ്ങൾ ലോകമൊന്നും പോയി സുവിശേഷം പ്രസംഗിക്കുക എന്ന് പറയുന്നുണ്ടല്ലോ കർത്താവ്. പക്ഷേ ഇത് കർത്താവ് തന്നെ ചെയ്യാൻ പോവുകയാണ്. അപ്പം അതുവഴി ധാരാളം മനുഷ്യർ, ഇറസ്പെക്റ്റീവ് ഓഫ് കാസ്റ്റ് ആൻഡ് ക്രീഡ്, നാനാജാതി മതസ്ഥരാണ് അതിനകത്ത്, എല്ലാ മക്കളും. അത് അവിടെ മതവും ജാതിയും ഒന്നുമില്ല, എല്ലാവരും ഉണ്ട് അതിനകത്ത്. എല്ലാവരും കാണും കർത്താവിനെ. 7 വയസ്സിന് മുകളിലുള്ള എല്ലാവരും ദൈവമായ കർത്താവിൻ്റെ ഈശോ മിശിഹായെ കാണും. കാണുന്നത് എങ്ങനെയാണ്? ഒരു കുരിശുമേൽ തൂങ്ങിക്കിടക്കുന്ന അവസ്ഥയിലാണ് കാണാൻ പോകുന്നത്. ഓരോരുത്തരും ആ സമയത്ത് അവരവരുടെ ആത്മാവിനെ കാണും. 7 വയസ്സിന് മുകളിലുള്ള എല്ലാ മനുഷ്യരും അത് കാണും. അപ്പോൾ ഈ ആത്മാവിനെ കാണുമ്പോൾ നമ്മുടെ ആത്മാവിലുള്ള എല്ലാ കാര്യങ്ങളും, നമ്മൾ ചെയ്ത നന്മ പ്രവൃത്തികൾ, നമ്മൾ ചെയ്യാത്ത നന്മ പ്രവൃത്തികൾ, നമ്മൾ ചെയ്ത തിന്മകൾ, ഇതെല്ലാം നമ്മുടെ ആത്മാവിനെ തന്നെ നമുക്ക് കാണാൻ പറ്റും. ഈശോ അത് വെളിപ്പെടുത്തി തരും നമുക്ക് നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ് കർത്താവ്. ഓരോരുത്തർക്കും അങ്ങനെ ഫീൽ ചെയ്യും. അപ്പോൾ ആ സമയത്ത് ലോകം മുഴുവൻ നിശ്ചലമാകുമെന്നാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. ലോകം മുഴുവൻ നിശ്ചലമാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം, ഇൻക്ലൂഡിങ് എയർക്രാഫ്റ്റ്സ്, പറന്നുകൊണ്ടിരിക്കുന്ന ഫ്ലൈറ്റുകൾ പോലും നിന്നു പോകും. ട്രെയിനുകളെല്ലാം നിൽക്കുന്നിടത്ത് നിൽക്കും. അത് ദൈവത്തിന് അസാധ്യമൊന്നുമില്ലല്ലോ. അങ്ങനെ നിന്ന് കഴിയുമ്പോൾ, അങ്ങനെയാണെങ്കിലേ എല്ലാ മനുഷ്യർക്കും അത് കാണാൻ പറ്റുള്ളൂ ആ സമയത്ത്. അത് യൂറോപ്പിലും അമേരിക്കയിലും ഇന്ത്യയിലും ലോകം മുഴുവനിലും കാണാൻ പറ്റും. എല്ലാ മനുഷ്യരും കാണും. ഞാൻ പറഞ്ഞില്ല 7 വയസ്സിന് മുകളിലുള്ള. അപ്പോൾ നമ്മുടെ നന്മ തിന്മകൾ ഇതെല്ലാം നമുക്ക് തിരിച്ചറിയാൻ പറ്റും അവിടെ. പിന്നെ വേറൊരു കാര്യമുണ്ട്. ഈ 15 മിനിറ്റ് ദൈർഘ്യമേ ഉള്ളൂ ഈ പ്രത്യക്ഷത്തിന്. പക്ഷേ അതൊരു 3 മണിക്കൂർ ദൈർഘ്യമായിട്ട് നമുക്ക് തോന്നും. 3 മണിക്കൂർ ദൈർഘ്യം തോന്നും നമുക്ക്. അപ്പോൾ ഈ സമയത്താണ് ഈ കാര്യങ്ങൾ ഈശോ വെളിപ്പെടുത്തി തരുന്നത്. പക്ഷേ അതിന് മുമ്പിൽ 2 ഉൽക്കകൾ വന്ന് കൂട്ടിയിടിച്ച് കാതടുപ്പിക്കുന്ന വലിയ ഒരു ശബ്ദം കേൾക്കും. നിസ്സാരമായിട്ടുള്ള ഒരു കതിന പൊട്ടിയാൽ തന്നെ നമ്മൾ വിറയ്ക്കുമല്ലേ. അപ്പോൾ ഇത് എന്നാ 2 ഉൽക്കകൾ കൂട്ടിവിട്ടുക എന്ന് പറഞ്ഞാൽ ലോകം അവസാനിക്കുകയാണെന്ന് മനുഷ്യർ ഓർക്കും. ലോകം അവസാനിക്കുകയല്ല അന്നേരം. അത് പെട്ടെന്നല്ല, ആകാശമെല്ലാം ചുമക്കും. അങ്ങനെ ചുവന്ന് കഴിയുന്ന ഒരു കുരിശ് പ്രത്യക്ഷപ്പെടും. ആ കുരിശിൽ യേശുനാഥൻ, ക്രൂശിക്കപ്പെട്ട യേശുനാഥനെ കാണാം. പിന്നെ ആ സമയത്ത് നമുക്ക് നമ്മുടെ ഓരോരുത്തരുടെയും ആത്മാക്കളെ നമുക്ക് നമുക്ക് കാണാൻ പറ്റും. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ആദ്യം പറഞ്ഞ പോലെ നമ്മുടെ ചെയ്ത നന്മ പ്രവൃത്തികൾ, ചെയ്യാത്ത നന്മ പ്രവൃത്തികൾ, ചെയ്ത തിന്മകൾ, ഇതെല്ലാം നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ നല്ല ഗ്രേസിലല്ലെങ്കിൽ കൃപയിലായിരിക്കണം നമ്മൾ ആ സമയത്ത്. ഇല്ലെങ്കിൽ ചിലർ മരിച്ചു പോകാനും സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. കൃപയിലല്ലെങ്കിൽ മരണകരമായ പാപത്തിലൊക്കെ ഇരിക്കുന്നവർ മരിച്ചു പോയാൽ അവർ നിത്യ അഗ്നിയിലേക്ക് പോകുമെന്നാണ് പറയുന്നത്. അങ്ങനെയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മൾ പ്രാർത്ഥിച്ച് മറ്റുള്ളവർക്ക് വേണ്ടി, നമ്മൾ ഈ കാണുന്ന ഇത് കേൾക്കുന്ന എല്ലാവരും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നമ്മുടെ ഭവനത്തിലും വീട്ടിലും നമ്മുടെ കുടുംബത്തിലൊക്കെയുള്ള എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ച് അവർക്ക് ഗ്രേസ് കൊടുക്കണമേ, അവർക്ക് പാപബോധം പശ്ചാത്താപം കൊടുക്കണമേ എന്നെങ്കിലും പ്രാർത്ഥിച്ച് ഇത് നടക്കുന്ന സമയത്ത് അവരെ രക്ഷിക്കണമെന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. നല്ല കൃപയിലിരിക്കുന്നവർക്കാണെങ്കിൽ അത് വലിയൊരു സ്വർഗീയ അനുഭവമായിരിക്കുമെന്നും പറയുന്നുണ്ട്. അപ്പം ഇത് 15 മിനിറ്റേ ഉള്ളെന്ന് ഞാൻ പറഞ്ഞല്ലോ. 3 മണിക്കൂർ ദൈർഘ്യം നമുക്ക് തോന്നുമെങ്കിലും 15 മിനിറ്റേ ഉള്ളൂ. അപ്പോൾ ഇത് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ ഇരിക്കുന്നവർക്ക് ഓരോ സമയത്താണല്ലോ. പക്ഷേ എല്ലാം ഒരു സമയത്ത് തന്നെയാണ്. ഓക്കെ. അപ്പം ഇത് വളരെയധികം അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ആ സമയത്ത് കർത്താവായ യേശു നമുക്ക് രോഗശാന്തികളൊക്കെ നൽകും. നമുക്ക് ചോദിക്കാം. അവിടുന്ന് ഒരുപക്ഷെ നമ്മളെ സ്കോൾഡ് ചെയ്തേക്കും, വഴക്ക് പറഞ്ഞേക്കും നമ്മൾ ചെയ്ത തെറ്റുകൾക്കെല്ലാം. നല്ല പ്രവർത്തികൾ ചെയ്യുന്ന കർത്താവ് നമ്മളെ നന്നായിട്ട് പുകഴ്ത്തുകയും ചെയ്യും.
എല്ലാ രീതിയിലും അതാണ് നല്ലൊരു സമയമാണത്. പക്ഷേ നമ്മളതിനുവേണ്ടി ഒരുങ്ങണം, ഇപ്പോഴേ ഒരുങ്ങണം. ഇനി സമയം ഇല്ലെന്നാണ് അറിവുള്ളവരും ഇതിനെപ്പറ്റി അറിയാവുന്ന പ്രവാചകന്മാരായിട്ടുള്ള വൈദികരൊക്കെ ജീവിച്ചിരിപ്പുണ്ട്. അവർ പറയുന്നത് തന്നെയാണ്. അത് അടുത്ത് വരികയാണ്. ഈവൻ നമ്പറുള്ള ഒരു വർഷം, അത് 2026 2026 ആകാം. അത് വളരെ അടുത്തെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ വർഷത്തിന് ഒരു പക്ഷേ സംഭവിച്ചാൽ അല്ലെങ്കിൽ 2028 ആയിരിക്കും. അങ്ങനെ നമുക്കത് പറയാൻ പറ്റില്ല. പക്ഷേ 2026 ആണെന്നും വൈദികർ പറയുന്നുണ്ട്. ഇതിനെപ്പറ്റി അറിവുള്ളവർ പറയുന്നുണ്ട്. കൊഞ്ചീത്ത ഗോൺസാലസിനും അതിനെപ്പറ്റി അറിയാം, നല്ലപോലെ അറിയാം. ഈയിടെ ഇൻ്റർവ്യൂ ചെയ്തപ്പോൾ അവർ പറഞ്ഞു ഇതിങ്ങനെ വളരെ അടുത്ത് വന്ന് കഴിഞ്ഞിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പം ഈ ഗ്രേറ്റ് വാർണിങ്, ഇത് ലോകവ്യാപകമായ മുന്നറിയിപ്പും അതിന് ശേഷം വിത്തിൻ 1 ഇയർ ഒരു ഗ്രേറ്റ് മിറാക്കിളുണ്ട്. അത് കർബന്താളിൽ ഞങ്ങൾ പോയി കണ്ട ആ സ്ഥലത്ത് 8 പൈൻ മരങ്ങളുണ്ട്. അതിലൊരു പൈൻ മരത്തെ മാതാവ് പ്രത്യക്ഷപ്പെട്ട മരമാണ്. സാധാരണ മാതാവ് മരത്തിലൊക്കെയാണല്ലോ പ്രത്യക്ഷപ്പെടുന്നത്. ഫാത്തിമയിലൊക്കെ ഒരു മരത്തിലാണ് പ്രത്യക്ഷപ്പെട്ടത്. ഫാത്തിമയിൽ ഞങ്ങൾ പോയത്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പം ഈ ഒരു മരത്തിൽ മാതാവിൻ്റെ രൂപം വെച്ചിട്ടുണ്ട്, വേറൊരു മരത്തിൽ സെൻറ്റ് മൈക്കിളിൻ്റെ രൂപവും വെച്ചിട്ടുണ്ട്. അങ്ങനെ 8 പൈൻ മരം ഉള്ള അവിടെ. ബാക്കി മുഴുവൻ വെളിയും പ്രദേശം ചുമ്മാ അങ്ങനെ കിടക്കുകയാണ്, മൈതാനമാണ്. അവിടെ ധാരാളം പേര് വന്ന് പോയ സ്ഥലമാണ് കേട്ടോ. ഞങ്ങൾ പോകുമ്പോൾ ഒരു കുറച്ച് 5-6 സ്പെയിനിലുള്ളവർ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. അവർ ഈ കാര്യങ്ങളൊക്കെ ഞങ്ങളോട് പറഞ്ഞു. ശരിയാണ്, കാര്യങ്ങളെല്ലാം ശരിയാണെന്ന് പറഞ്ഞു. ഇതിനകത്ത് അന്ന് കണ്ടവരും ഉണ്ട് കേട്ടോ. പ്രായമുള്ളൊരു സ്ത്രീ ഉണ്ടായിരുന്നു ആ കൂടെ. അവരൊക്കെ ഇതിനകത്ത് വന്ന് കണ്ടവരാണ്. ഞാൻ പറഞ്ഞില്ലേ 1960കളിൽ 3-4 വർഷത്തെ കാര്യമായി പറയുന്നത്. അപ്പോൾ ഇത് കണ്ടവരും ഉണ്ട്, ദൃക്സാക്ഷികളും ഉണ്ടായിരുന്നു അതിൻ്റെ കൂടെ. അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞു വരുന്നത് വേറെ ഒന്നുമല്ല, നമുക്കൊരു ഒരുക്കം വേണം. പറ്റുന്നിടത്തോളം നമ്മൾ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുക, ദിവ്യകാരുണ്യം സ്വീകരിക്കുക. ദിവ്യകാരുണ്യം സ്വീകരിക്കുമ്പോൾ ഉള്ള ആ പ്രയോജനം എന്നാണ് നമുക്കുള്ളത്? ദിവ്യകാരുണ്യം സ്വീകരിക്കുമ്പോൾ കർത്താവിൻ്റെ തിരുശരീരവും തിരുരക്തമാണ് നമ്മൾ സ്വീകരിക്കുന്നത്. അപ്പോൾ നമ്മുടെ സിരകളിൽ കൂടി ഒഴുകുന്ന ആരുടെ രക്തമാണ്? കർത്താവിൻ്റെ രക്തം തന്നെയാണ് ഒഴുകുന്നത്. തിരുശരീരമാണ് നമ്മൾ ഭക്ഷിച്ചിരിക്കുന്നത്, അല്ലേ? അതെല്ലാം നമ്മളുടെ ശരീരത്തിൽ അലിഞ്ഞ് ചേരുക ചെയ്യുന്നത്. നമ്മുടെ ഹൃദയത്തിലേക്ക് പോകും, നമ്മളെല്ലാം പോകും. ആ രക്തം എവിടെയൊക്കെ പോകുന്നോ നമ്മുടെ സിരകളിലും നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ ഭാഗങ്ങളിലും ആ രക്തം ഒഴുകുന്നുണ്ട്. പക്ഷേ നമ്മൾ നല്ല ഒരുക്കത്തോട് വേണം എപ്പോഴും വിശുദ്ധ കുർബാന സ്വീകരിക്കേണ്ടത്. ആഴ്ചയിൽ 1 വെച്ചെങ്കിലും നമ്മൾ കുമ്പസാരം കഴിക്കണം. ചെറിയ പാവങ്ങളാണെങ്കിൽ അത് ഏറ്റു പറഞ്ഞ് കുമ്പസാരിക്കുന്നത് നല്ലതാണ്. അങ്ങനെ കൃപയിലിരിക്കുക. അത് ഞാൻ പ്രത്യേകം പറയുകയാണ്, എല്ലാവരോടും ഓർപ്പിക്കുകയാണ് ഒരിക്കൽ കൂടി. ഈ വീഡിയോ കാണുന്ന എല്ലാവരും, അത് മാത്രമല്ല ഈ വീഡിയോ ഞാൻ പല വീഡിയോകളും ഷെയർ ചെയ്യണമെന്ന് പറഞ്ഞാൽ ആരും ഷെയർ ചെയ്യുന്നില്ല എന്നാൽ എനിക്കത് കുറച്ച് പേരൊക്കെ ഷെയർ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത് ഒത്തിരി പേര് കാണണം. ഇത് എല്ലാവരും അറിയേണ്ട കാര്യമാണിത്. ജോൺ മാത്യു അച്ഛൻ്റെ ഫാദർ ജോൺ മാത്യു എന്ന് പിന്നെ നമ്മുടെ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ കാണാൻ പറ്റും. അച്ഛന് ഏറെ വീഡിയോകൾ ഇപ്പോൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് കാണണം. 180 182 മറ്റോ വീഡിയോകൾ, അതിൻ്റെ ഓർമ്മ 185 വരെയൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് എൻ്റെ ഓർമ്മ. ഏതായാലും അത് കാണണം നിങ്ങൾ കയറി. ഫാദർ ജോൺ മാത്യു, അദ്ദേഹം നാഗ്പൂരാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തന സ്ഥലം. ഒരു മിഷനൻ വൈദികനാണ് കേട്ടോ. എനിക്ക് നേരിട്ട് അറിയാവുന്ന വൈദികനാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങളത് അതിനാ ചാനൽ കാണണം. ഞാനിതിപ്പോൾ നിങ്ങൾക്കായിട്ട് ഇത് ചെയ്യുകയാണ്. ഇത് കാണുന്ന എല്ലാവരും അത് ഷെയർ ചെയ്യണം, മറ്റുള്ളവർക്കായിട്ട് കൊടുക്കുക. ഈ ഗ്രേറ്റ് വാർണിംഗ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം കർത്താവിൻ്റെ വരവും അടുത്തിരിക്കുകയാണ്. കർത്താവിൻ്റെ വരവ് വളരെ അടുത്ത് വന്നിട്ടുണ്ടെന്നാണ് പല പുസ്തകങ്ങളിലും. അതായത് പിന്നെ ഷില്ലോങ്ങിൽ നിന്നുള്ള ഒരു സിസ്റ്ററിന് മാതാവ് മാതാവൊക്കെ പ്രത്യക്ഷപ്പെട്ട ഈ ബുക്ക് കരുണയുടെ അവസാന മണിക്കൂർ നിങ്ങൾക്ക് വായിക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അത് ആഷിഖ് ജോയി എന്ന് പറഞ്ഞ ഒരാളുടെ അടുത്ത് ഞാനിത് വരുത്തിയത്. ഇതിപ്പോൾ ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അത് തീർച്ചയായിട്ടും ഇത് വളരെ പ്രധാനപ്പെട്ട ഇതിനകത്തുള്ള കരുണയുടെ അവസാന മണിക്കൂർ എന്ന് പറഞ്ഞ ഈ ബുക്ക് ഞാൻ ഏതാണ്ട് വായിച്ച് തീരാറായിട്ടുണ്ട്. അതിനകത്ത് ഈ കാര്യങ്ങളെല്ലാം വളരെ പറയുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ പിന്നെ പബ്ലിഷ് ചെയ്തിരിക്കുന്ന ഹോളി റെഡീമർ റിന്യൂവൽ സെൻറ്റർ ഉംറോയ് ഷില്ലോങ് ആണ്, മേഘാലയ. മോസ്റ്റ് റവറൻഡ് വിക്ടർ DD ആർച്ച് ബിഷപ്പ് ഓഫ് ഷില്ലോങ് ആണിത് ഇംപ്രിമാത്തൂർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് അവിടെയുള്ളൊരു സിസ്റ്ററിന് കിട്ടിയ വെളിപ്പെടുത്തലിലാണ്. ഈ വെളിപ്പെടുത്തലിൻ്റെ ഭാഗമായിട്ടാണ് ഈ കാര്യങ്ങൾ മുഴുവൻ ഇപ്പോൾ ഈ പുസ്തകത്തിൻ്റെ രൂപത്തിൽ വന്നിരിക്കുന്നത്. അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട കാര്യമായതുകൊണ്ടാണ് ഞങ്ങൾ പിന്നെ
ഇതിനകത്തൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ജീസസ് ഹിംസെൽഫ് ടൈറ്റിൽഡ് ദീസ് മെസ്സേജസ് ആസ് ദ ലാസ്റ്റ് അവർ ഓഫ് മേഴ്സി ഈസ് ആൻ ഇൻവിറ്റേഷൻ ടു റിപ്പൻറ്റ് ആൻഡ് റിട്ടേൺ ടു ദ ലോർഡ് ബിഫോർ ഇറ്റ് ഈസ് ടു ലേറ്റ് ഫോർ ദ സാൽവേഷൻ ഓഫ് അവർ സോൾസ്. ഫാദർ ജൂഡ് MSFS, ഡയറക്ടർ, ഹോളി റെഡീമർ റിന്യൂവൽ സെൻറ്റർ, ഷില്ലോങ്, മേഘാലയ. ആ അച്ഛൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണത്. അങ്ങനെ ഇതുപോലെ ധാരാളം ഞാൻ പറയുന്നില്ല, ഇങ്ങനെ ഉള്ള വൈദികരുണ്ട് ഇതിനകത്ത് കേട്ടോ. അപ്പോൾ ആ വൈദികർക്കെല്ലാം ഈ കാര്യങ്ങൾ വെളിപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. അവരൊക്കെ അതുപോലെ കൃപയിലിരിക്കുന്നവരാണ് കേട്ടോ. അപ്പോൾ നമ്മളത് ഈ മെസ്സേജ് വളരെ കാര്യമായിട്ട് തന്നെ ഇത് എടുക്കണം കേട്ടോ. അതാ ഞാൻ പറഞ്ഞു വരുന്നത്. ഞാൻ ഈ ബുക്കിനകത്ത് നോക്കിയോണ്ട് വർത്താനം പറയുന്നു, എങ്കിലും നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ. ഇത് ഒരു ഒരു ഇച്ചിരി പ്രയാസമുള്ളൊരു പേരാണ് ഇതിനകത്ത്. JINGSNGUR ജിങ്സ്നൂർ കോങ്ക്ലാഡ് എന്നുള്ളൊരു ഒരു ലേഡിക്കാണ് ഈ മെസ്സേജ് കിട്ടിയിരിക്കുന്നത്. ഹോളി റീഡീമർ റിന്യൂവൽ സെൻറ്റർ, ഷില്ലോങ്, മേഘാലയ കേട്ടോ. അപ്പം അവർക്ക് ഈ കാര്യങ്ങളെല്ലാം വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളിത് വളരെ സീരിയസ് ആയിട്ട് എടുക്കണമെന്ന് വൈദികർ പറയുന്നു. ഇതിനകത്തുള്ളവർ തന്നെ പറയുന്നുണ്ട്. സിസ്റ്റർ ജിങ്സ്നൂർ കിങ്ങോളുടെ ഒരു സിസ്റ്ററാണ്. തനിക്ക് കിട്ടിയ സന്ദേശങ്ങൾ ദ ലാസ്റ്റ് അവർ ഓഫ് മേഴ്സി എന്ന പേരിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് ദൈവകരുണയിൽ അഭയം തേടേണ്ടതിൻ്റെ അടിയന്തര ആവശ്യത്തെ കൂടുതലായി ബോധ്യപ്പെടുത്തി തരുമെന്ന വിശ്വാസത്തിൽ ആ സന്ദേശങ്ങൾ മലയാളത്തിലേക്ക് മൊഴിമാറ്റി പ്രസിദ്ധീകരിക്കുകയാണ്. അപ്പം തീർച്ചയായിട്ടും നമ്മൾ ഇത് വളരെ സീരിയസ് ആയിട്ട് എടുത്തുകൊണ്ട് ഇതിനു വേണ്ടി ഒരുങ്ങുക. കരുണയുടെ അവസാന മണിക്കൂർ. അപ്പം കരുണ ഉണ്ട് ഇപ്പോഴും. ദൈവം നമുക്ക് കാരുണ്യവാനാണ്. നമ്മൾ കരുണയുടെ ഡിവൈൻ ചാപ്പലേട്ടൊക്കെ നമ്മൾ ചെല്ലുന്നുണ്ടല്ലോ. പിന്നെ നമ്മൾ പറയുന്ന പോലെയുള്ള കരുണക്കൊന്തയൊക്കെ എത്ര പ്രാവശ്യം ചെല്ലിയാലും നല്ലതാണെന്നാണ് കേട്ടോ. കാരണം അത് കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടിയാണ് നമ്മളിപ്പോൾ പ്രാർത്ഥിക്കേണ്ടത്. ഈ ലോകം മുഴുവൻ ഇപ്പോൾ കണ്ടില്ലേ, ഒരു യുദ്ധം എപ്പോൾ വേണമെങ്കിലും പൊട്ടിപ്പുറപ്പെടാം അല്ലേ? ഒരു യുദ്ധം എപ്പോൾ വേണമെങ്കിലും പൊട്ടിപ്പുറപ്പെടാം. ഇപ്പോൾ കണ്ടില്ലേ ഇറാനിലെ കാര്യം. നമ്മളെല്ലാവരും പ്രാർത്ഥിക്കണം യുദ്ധം ഒഴിവായി പോകാനായിട്ട് കേട്ടോ. കാരണം അതെല്ലാം മിഡിൽ ഈസ്റ്റ് എല്ലാം ബാധിക്കും അത് കംപ്ലീറ്റായിട്ട്. അപ്പോൾ അത് നമ്മൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം ആ യുദ്ധം ഒഴിവായി പോകാനായിട്ട്. കാരണം ഈ പറയുന്ന ഈ ഗ്രേറ്റ് വാർണിങ്ങിൽ ബില്യൺസ് ഓഫ് ആത്മാക്കൾ രക്ഷപ്പെടുമെന്നാണ് പറയുന്നത്. ഈശോ പറഞ്ഞിരിക്കുന്നത് ബില്യൺസ്, നോട്ട് മില്യൺ, ബില്യൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാനാജാതി മതസ്ഥർ. ഇറാനിൽ തന്നെ ധാരാളം മുസ്ലിമുകൾ പിന്നെ ക്രിസ്ത്യൻസായിട്ട് മാറുന്നുണ്ട്, കൺവേർട്ട് ചെയ്യുന്നുണ്ട്. ഓട്ടോമാറ്റിക്കായി നമ്മളാരും കൺവേർട്ട് ചെയ്യിക്കുന്നതല്ല, അത് ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങനെ ഓരോ ഇതൊക്കെ കേട്ടിട്ട് അവരങ്ങനെ ആകുകയാണ്. കർത്താവ് ഇടപെടുന്നുണ്ട് അവിടെയൊക്കെ. അപ്പം ദൈവമായ കർത്താവ് എല്ലാവരെയും രക്ഷിക്കാൻ ആഗ്രഹിക്കുന്നത്, മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ എല്ലാ ക്രിസ്ത്യാനികളും പ്രത്യേകിച്ച് ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക, കേൾക്കുക, അതനുസരിച്ച് മുന്നോട്ട് പോവുക. അത് വളരെ ആവശ്യമാണ്. അപ്പോൾ ഇതിനകത്ത് ഈ 15 മിനിറ്റ് നേരം നമ്മൾ കാണുന്ന ദൈർഘ്യമുള്ള ഈ ഗ്രേറ്റ് വാർണിങ് അത് 15 മിനിറ്റ് കൊണ്ട് അത് തീരും. പക്ഷേ ഒരു 3 മണിക്കൂർ നേരത്തെ ദൈർഘ്യം നമുക്ക് തോന്നും. പലരും ഇതിനകത്ത് മരിച്ചു പോയേക്കാമെന്നോട് പറയുന്നുണ്ട് ഷോക്ക് കൊണ്ട്. കാരണം ഈ പറഞ്ഞ ഉൽക്കകൾ കൂട്ടിയിടിക്കുമ്പോഴേ അത് നിസ്സാരമായിട്ടുള്ളൊരു കാര്യമല്ലത്. ഭൂമി മുഴുവൻ ഇരുണ്ട് പോകും. അതിനുശേഷമാണ് ആകാശം ചുവന്ന് വരുന്നത്. അവിടെ എന്നിട്ടാണ് കുരിശ് വരുന്നത്. കുരിശിൽ ഈശോയെ നമുക്ക് ജീവിക്കുന്ന കർത്താവിനെ കാണാൻ പറ്റും. തൂങ്ങിക്കിടക്കുന്ന ആ രൂപത്തിലാണ് കാണുന്നത്. നമ്മുടെ ആത്മാക്കളെ കാണാം. കർത്താവ് നമ്മളെ ഒരുപക്ഷെ ശാസിച്ചെന്നിരിക്കും, പുകഴ്ത്തിയെന്നിരിക്കും. നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് അപ്രീഷിയേറ്റ് ചെയ്യും. അതെല്ലാം ഉണ്ട് ഇതിനകത്ത്. ജസ്റ്റ് 15 മിനിറ്റ്സേ ഉള്ളൂ. അത് നമ്മൾ അതിന് വേണ്ടിയിട്ട് ഒരുങ്ങുക കേട്ടോ. ചിലപ്പോൾ വിത്തിൻ 1 or 2 or 3 months ഒക്കെ വേണമെങ്കിൽ ഇപ്പോൾ നടക്കാം കേട്ടോ എന്നും പറയുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും അതിന് വേണ്ടിയിട്ട് ഒരുങ്ങുക, നന്നായിട്ട് പ്രാർത്ഥിച്ച് ഒരുങ്ങുക. ഈ മുന്നറിയിപ്പ് അടുത്ത് വരുന്ന മുന്നറിയിപ്പിന് ശേഷമുള്ള ഗ്രേറ്റ് മിറാക്കിളും വരുന്നുണ്ട്. ഗ്രേറ്റ് മിറാക്കിളിൻ്റെ ഒരു അടയാളം ഗരബന്താൾ എന്ന് പറഞ്ഞ സ്ഥലത്ത് അതവിടെ അവശേഷിക്കും. അത് ഇറ്റ് ക്യാൻ ബി ടെലവൈസ്ഡ്, ഇറ്റ് ക്യാൻ ബി ഫോട്ടോഗ്രാഫ്ഡ് എന്ന മാതാവ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇറ്റ് ക്യാനോട്ട് ബി ടച്ച്ഡ്. അങ്ങനെ എന്തോ ഒരു അതാ ഗ്രേറ്റ് മിറാക്കിൾ എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്.
എങ്ങനെയാണെന്ന് കണ്ടാലല്ലേ നമുക്കറിയാൻ പറ്റുള്ളൂ. ഇതൊക്കെ ടി വിയിൽ കൂടെയൊക്കെ കാണാൻ പറ്റും, എല്ലാം കാണാൻ പറ്റും. അതുകൊണ്ട് നമ്മൾ വളരെയധികം ജാഗരൂകരായിരിക്കും. നമ്മൾ ജപമാലകൾ ധാരാളം, ഒരു ഫുൾ റോസറി എങ്കിലും നമ്മൾ ചെല്ലണം. ഫുൾ റോസറി കേട്ടോ. ജോയ്ഫുൾ മിസ്റ്ററി, അല്ലെങ്കിൽ സന്തോഷത്തിൻ്റെ, പിന്നെ പ്രകാശത്തിൻ്റെ, ദുഃഖത്തിൻ്റെ, മഹിമയുടെ ഇതെല്ലാം നമ്മൾ ദിവസവും ചൊല്ലി പ്രാർത്ഥിച്ച് ധ്യാനിച്ച് ഒക്കെ മുന്നോട്ട് പോയാൽ, കരുണക്കൊദ്ദിയൊക്കെ ചൊല്ലി, പിന്നെ ഇപ്പം നോയമ്പിൻ്റെ കാലമാണ്. നോയമ്പിന് വേണ്ടി നോയമ്പിൽ നമ്മൾ ധാരാളം പിന്നെ കുരിശിൻ്റെ വഴി കേട്ടോ, വ്യാസാക്ര എന്ന് പറയും, അത് നമ്മൾ ചെല്ലണം. 10 മിനിറ്റ് കൊണ്ട് ചെയ്യാവുന്ന കാര്യങ്ങളുണ്ട്, വ്യാസാഗ്രകളുണ്ട്. മതി, ധ്യാനിച്ചാൽ മതി. 14 സ്ഥലവും നമ്മൾ ധ്യാനിക്കുകയാണ് ഈശോയുടെ കഷ്ടപ്പാടുകൾ. 1-ാം സ്ഥലം തുടങ്ങി 2-ാം സ്ഥലം, 3-ാം സ്ഥലം, അങ്ങനെ ഓരോന്നും നമുക്ക് കാണാതെ അറിയാമല്ലോ. വ്യാസാഗ്രയിൽ പങ്കെടുക്കുന്ന, കുരിശിൻ്റെ വഴിയിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും അത് അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതൊക്കെ നമ്മൾ ചെല്ലുക കേട്ടോ. പിന്നെ നമ്മൾ പെർപ്പച്വൽ അഡോറേഷൻ സെൻ്ററൊക്കെ ഉള്ള ധാരാളം സ്ഥലങ്ങൾ ഇന്നുണ്ട്. അവിടേക്ക് പോയി 1 മണിക്കൂറെങ്കിലും കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിച്ച്, അവിടെ ഒന്നും പ്രാർത്ഥിച്ചില്ലെങ്കിലും വേണം, വെറുതെ ഇരുന്നാൽ മതി. കർത്താവിനെ നോക്കി അവിടെ ഇരിക്കുക. പ്രാർത്ഥിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ പ്രാർത്ഥിക്കുക. ജപമാലകളോ കരുണക്കൊന്തയോ ഒക്കെ അവിടെ ഇരുന്ന് ചെല്ലാൻ പറ്റും. ബൈബിൾ വായിക്കുക, എങ്ങനെയാണെന്ന് വെച്ചാൽ. അങ്ങനെ നമ്മൾ അതിനുവേണ്ടി ഒരുങ്ങി ഒക്കെ ഇരുന്ന് കഴിഞ്ഞാൽ ഈ പ്രധാനപ്പെട്ട ഈ കാര്യം, ഞാനിപ്പോൾ നിങ്ങളുടെ അടുത്ത് പങ്കുവച്ച കാര്യം, ഈ ഗ്രേറ്റ് വാർണിംഗ്, ലോകവ്യാപകമായ മുന്നറിയിപ്പ് എന്നൊക്കെ അറിയപ്പെടുന്നുണ്ടത്. ഈ പറഞ്ഞ ഈ സിയേഴ്സ്, ഈ മാതാവിനെ കണ്ട ആ കുട്ടികളല്ല, ഇപ്പോൾ അവർ സ്ത്രീകളാണ്, ജീവിച്ചിരിപ്പുണ്ട്. അതിൽ ഒരാൾ മാത്രം മരിച്ചു പോയെന്നാണ് ഞാൻ കേട്ടത്, ബാക്കി എല്ലാവരും ഉണ്ട്. ഇതൊക്കെ പാദ്രേബിയോയ്ക്കൊക്കെ നേരത്തെ കിട്ടിയ, വിശുദ്ധ പാദ്രേബിയോയ്ക്കൊക്കെ നേരത്തെ കണ്ടിട്ടുണ്ട്. പാദ്രേബിയൊക്കെ കാണാൻ വിശുദ്ധനല്ലായിരുന്നു, ഒക്കെ കാണാനുള്ള അവസരം കൊടുത്ത് ദൈവം മരിക്കുന്നതിന് മുമ്പിൽ അതൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പം ഞാനിപ്പം ഈ പറഞ്ഞ കാര്യങ്ങൾ ടേക്ക് ഇറ്റ് വെരി സീരിയസ്ലി ആൻഡ് ഗെറ്റ് റെഡി ഫോർ ദ ഗ്രേറ്റ് വാർണിംഗ്. ദൈവം നമ്മളെ എല്ലാവരും അനുഗ്രഹിക്കട്ടെ. നിത്യവും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. പിന്നെ നിങ്ങളിത് കഴിവുള്ളിടത്തോളം ഷെയർ ചെയ്യുക, നിങ്ങളിതിനകത്ത് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. എനിക്കതുകൊണ്ട് പ്രയോജനമൊന്നുമില്ല. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടിക്കൊണ്ടിരിക്കും. ഞാനിനി പുതിയ വീഡിയോകൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടിക്കൊണ്ടിരിക്കും. നിങ്ങൾ ആ ബെല്ലൈക്കണിലൊന്ന് എനേബിൾ ചെയ്താൽ മതി. അപ്പോൾ ഞാനിതിപ്പോൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് കിട്ടി. ഇത് കുറച്ച് നാൾ കൂടിയാണ് ഇപ്പം ഞാൻ ചെയ്തത്. നമ്മളെ എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ.